ഈ നടിയെ ആക്രമിച്ച കേസിൽ പ്രതി ചേർക്കാൻ തനിക്കെതിരായി പോലീസ് നടത്തിയ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകുമെന്ന് ദിലീപ് അറിയിച്ചിരിക്കുകയാണ്. ദിലീപ് തിരിച്ചടിച്ചു തുടങ്ങുകയാണോ? ഇതിനകത്ത് ദിലീപിനെ പ്രതിയാക്കി കൊടുത്ത കേസിനകത്ത് ഗൂഢാലോചന കേസായിരുന്നു ദിലീപിനെതിരായിട്ട് കുറ്റം ചാർത്തിയത്. ആ ഗൂഢാലോചന കേസ് നിലനിൽക്കില്ല എന്നാണ് കോടതി കണ്ടെത്തിയത്. അല്ലെങ്കിൽ അതിനുള്ള തെളിവുകൾ കോടതി നോക്കി പരിശോധിച്ചപ്പം അത് അസ്വീകാര്യമാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലായത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ അക്യൂട്ട് ചെയ്ത് വിട്ടത്. പക്ഷേ ജഡ്ജ്മെൻറ്റ് 12-ാം തീയതി വരുമ്പം പോലീസ് ദിലീപിനെതിരായി ഗൂഢാലോചനയ്ക്ക് കൊടുത്ത തെളിവുകൾ നിരവധിയാണ്. അതെന്തുകൊണ്ട് കോടതി അക്സെപ്റ്റ് ചെയ്തില്ല എന്ന ജഡ്ജ്മെൻറ്റിനകത്ത് വരും. അത് അങ്ങനെ അത് പരിശോധിക്കുമ്പോൾ മാത്രമേ അവിടെ ഏതെങ്കിലും രീതിയിലൊരു പാളിച്ച പ്രോസിക്യൂഷൻ ഉണ്ടായോ, അതോ ജഡ്ജി അത് ഇൻ്റർപ്രിറ്റ് ചെയ്തത് ശരിയായ രീതിയിലല്ലാതെ വരുമോ, അങ്ങനെയൊരു സാഹചര്യം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ദിലീപിന് തനിക്കെതിരായിട്ട് കള്ളക്കേസാണ് പോലീസ് ചാർത്തിയത്, അതിന് തെളിവില്ലാതെ വന്നുകൊണ്ടാണ് താൻ നിരപരാധി എന്ന് കോടതി കണ്ടെത്തിയെന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. അതുകൊണ്ട് തനിക്കെതിരായിട്ട് ഗൂഢാലോചന നടത്തിയവർ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതിജീവിതയുടെ സുഹൃത്തായ മഞ്ജു വാര്യരുമാണ്. ഇതിനകത്തൊരു ഗൂഢാലോചന ഉണ്ട് എന്ന് ആദ്യം പറഞ്ഞത് മഞ്ജു വാര്യരാണ്.